വെൽക്കം ബാക്ക് ടു കോഡ്രൈവ്. ഒരുപാട് പേര് പേഴ്സണലി എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, എങ്ങനെയാണ് ബ്രോ നമ്മളൊരു ബ്രേക്ക് ബൂസ്റ്ററുള്ള ഒരു 800ഉം ഇല്ലാത്തൊരു വണ്ടിയും തമ്മിൽ മനസ്സിലാവുന്നതെന്ന്. ഈ ഒരു കാര്യം ഒരുപാട് പേർക്ക് അറിയാവുന്നൊരു കാര്യമാണ്, പക്ഷേ അറിയാത്ത കുറച്ച് പേർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. സോ നമ്മുടെ വണ്ടിയുടെ ഹുഡ് തുറക്കുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്തായിട്ടാണ് MC വരുന്നത്. ഈ ഒരു മാസ്റ്റർ സിലിണ്ടറിൻ്റെ ബാക്കിലുള്ള ഈ ഒരു പാർട്ടിനെയാണ് ബൂസ്റ്റർ എന്ന് പറയുന്നത്. 800 5 സ്പീഡിൽ ബ്രേക്ക് ബൂസ്റ്റർ ഉള്ള മോഡൽസും വന്നിട്ടുണ്ട്, ഇല്ലാത്ത മോഡൽസും വന്നിട്ടുണ്ട്. സോ ബ്രേക്ക് ബൂസ്റ്റർ ഇല്ലാത്ത വണ്ടികളിൽ ഈ ഒരു MC മാത്രമേ ഉണ്ടാവുള്ളൂ. ബ്രേക്ക് ബൂസ്റ്റർ ഇല്ലാത്ത വണ്ടികളിൽ ഈ ഒരു ബ്ലാക്ക് ഡ്രം പോലെ ഇരിക്കുന്ന ഒരു പാർട്ട് ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ 5 സ്പീഡിൽ വരുന്ന ഈ ഒരു ബൂസ്റ്റർ നമുക്ക് നോർമലായിട്ടുള്ള 4 സ്പീഡ് വണ്ടികളിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് പ്രത്യേകിച്ച് മോഡിഫിക്കേഷൻസോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ 800ൻ്റെ തന്നെ കാർ മോഡൽസിൽ നമുക്ക് ചെറിയ മോഡിഫിക്കേഷൻസ് ചെയ്താലേ ഈ ഒരു ബൂസ്റ്റർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ബ്രേക്ക് ബൂസ്റ്റർ ഇല്ലാതെ ഒരുപാട് നാളുകൊണ്ട് 800 യൂസ് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഈ ബ്രേക്ക് ബൂസ്റ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ വണ്ടി നിൽക്കും എന്നുള്ളതാണ്. ബ്രേക്ക് ബൂസ്റ്റർ ഇല്ലെങ്കിലും വണ്ടി നിൽക്കും എന്നുള്ളത് സത്യമാണ്. പക്ഷേ പല പാനിക് ബ്രേക്കിംഗ് സിറ്റുവേഷൻസിലും ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് മാത്രമാണ് പല ആക്സിഡൻറ്റ്സിൽ നിന്നും ഒഴിവായിട്ടുള്ളത്. കാരണം ഒരു പാനിക് ബ്രേക്കിംഗ് സിറ്റുവേഷനിൽ എവറി സെക്കൻഡ് കൗണ്ട്സ്. സോ നിങ്ങളൊരു 800 എടുക്കാൻ വേണ്ടി നോക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഏതൊരു മോഡ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ബ്രേക്ക് ബൂസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.